92 വരെ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ നമ്മുടെ വിദ്യാസൗഹൃദം പ്രോഗ്രാമിൽ വരാറുണ്ട്. ദുഃഖകരമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ 4 പ്രാവശ്യം വന്നപ്പോഴും എൻ്റെ കൂടെ പഠിച്ച ആരെയും തന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും എൻ്റെ പ്രതീക്ഷ ഒരാളെങ്കിലും എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ ബാച്ചിൽ പഠിച്ച ആൾ കാണുമെന്നാണ്. കഴിഞ്ഞ കൊല്ലം എനിക്ക് ജവീനെ കാണാൻ പറ്റി. നമ്മുടെ ജാമാസിലെ ജവീനെ മാത്രമാണ് ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കാണുന്നത്. അതിന് മുമ്പ് ആരെയും തന്നെ കാണുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വിദ്യാസൗഹൃദം പ്രോഗ്രാമിന് ഞങ്ങളുടെ ബാച്ചിലുള്ള ആരും വരാത്തതെന്ന് എനിക്ക് കണ്ടു. ഇത്രയും പ്രോഗ്രാം ആദ്യമായിട്ട് എല്ലാവർക്കും പാടുപാടാൻ ഓരോ പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടാതെ മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് തനതാനായിട്ട് ഒരു പ്രോഗ്രാം നടത്താമെന്ന് തീരുമാനിച്ചു ആദ്യമായിട്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഡിസംബറിലേക്ക് സെലക്ട് ചെയ്തത്. ഡിസംബർ 28 സെലക്ട് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നും. ക്രിസ്മസിന് ഒരുമാതിരിപ്പെട്ട നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ നാട്ടിൽ വരുന്ന സമയമാണ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് കഴിയുമ്പോൾ സൺഡേ ആകുമ്പോൾ അവരെ തിരികെ പോകുന്നതിന് മുമ്പ് ഈ പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അത് അനൗൺസ് ചെയ്യുകയും ഇപ്പോൾ ഓവർക്കാൻ വേണ്ടിയും അങ്ങനെ പല ഇതിലൂടെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഫണ്ടിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞങ്ങളതിൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെയാണ് ആദ്യത്തെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്തത്. പിന്നെ അഡ്വർടൈസ്മെന്റ് ഒന്നും തന്നെ നമ്മൾ ചെയ്തില്ല. പേപ്പർ 2 പ്രാവശ്യം നമ്മുടെ ഒരു റൈറ്റർ വന്നു. അത് സൂര്യൻ എന്ന് പറഞ്ഞ നമ്മുടെ ആണ്. അതെല്ലാം നമ്മൾ വേറെ രീതിയിൽ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വേറെ വഴിയുള്ള പബ്ലിസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വിദ്യാസൗഹൃദത്തിൽ ഇതുവരെ ഇത്രയും 8% വന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നത് ഇന്ന് വിളിക്കുന്ന നോക്കിയാൽ തന്നെ അറിയാം. നമ്മുടെ അതുപോലെ ഞങ്ങൾ ഈ കാര്യം സാറോട് ഗുരു സാർ നമ്മുടെ കറന്റ് പ്രിൻസിപ്പൾ വളരെയധികം സന്തോഷത്തോടെയാണ് പറഞ്ഞത്. സാറ് പറയുന്ന സാറിന്റെ അനുസരിച്ച് നമ്മുടെ കോളേജിൽ 20ാം ആഘോഷം ആഘോഷിക്കുന്ന നാളില് നമ്മുടെ ഇപ്പോൾ 10-12 വയസ്സുള്ള ആൾക്കാരെ അന്ന് 40-45-50 വയസ്സാവും. അവരായിരിക്കും ഇവിടെ അന്ന് ഉണ്ടായിരിക്കുക മെയിനായിട്ട്. അപ്പം നിങ്ങളാണ് മെയിനായിട്ട് നടത്തുന്നതാണ് സാറിന്റെ ഇത് ഞാൻ വളരെ 50 വയസ്സ് നമുക്ക് ഓവല്ലോ ആണ്. അപ്പോഴാണ് നമുക്ക് കമൻസൊക്കെ പറയുന്നത്. അപ്പൊ ഇന്ന് വേറെ കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ഇവിടെ 85-95 പഠിച്ചിരുന്നവരാണ്. പലരും ഇപ്പോൾ മ്യൂസിക്കുമായിട്ട് ഒന്നും ബന്ധമില്ലാത്തവരാണ്. അവർ വീണ്ടും ഇവിടെ നമുക്ക് വേണ്ടി ഒന്നുകൂടെ അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുക. അപ്പോൾ ഇന്ന് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കലാകാരന്മാരും നമ്മുടെ ഓൾ സ്റ്റുഡൻസ് ആണ്. അവരെയും പിന്നെ ഈ പ്രോഗ്രാം നടത്താൻ നമ്മളെ സഹകരിച്ച നിങ്ങൾക്ക് ഇവിടത്തേക്ക് സ്വാഗതം പറയുന്നു. എന്തെങ്കിലും ചെറിയ പാടുപഴി കുറച്ച് ലേറ്റായി പോവുകയും ചെയ്തു. അത് ആദ്യമായിട്ട് സംഭവിച്ചാണ്. അത് നമ്മൾ ക്ഷമിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നുള്ളത് ഞാൻ വാക്കിക്കുന്നു. അമ്പലപ്പുഴ രാമകുമാർ സാർ ഈ വേദിയിൽ ശ്രമിക്കുന്നു. ആന്റണി സാർ പറഞ്ഞിട്ടുണ്ട്. അത് ജെയിംസ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 1985-95 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒത്തൊരുമിച്ച് കൂടണം എന്നുള്ള അഭിപ്രായവുമായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അതിനെ വളരെയധികം സന്തോഷത്തോടുകൂടി അതിനുള്ള സമ്മതം നൽകുകയുമായി. കഴിഞ്ഞ ദിവസം ഈ കോളേജിലെ ഒരു അധ്യാപകൻ, ഇപ്പോൾ അദ്ദേഹം ഇവിടെയുണ്ട്, എന്നോട് ചോദിച്ചു, എന്തിനാണ് ഈ അനുവാദം കൊടുത്തത്? ഇനി 75-80 ബാച്ചുകാർ വരുമ്പോൾ അവർക്കും അനുവാദം കൊടുക്കുമോ? അങ്ങനെ പല ബാച്ചുകാർ വന്ന് നോക്കിയാലൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വിമർശനം പല ഭാഗത്തും ഉണ്ടാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമോ. എത്രയോ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ CMS കോളേജുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പ്രത്യേകിച്ച് കോളേജ് 1817
200ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ കോളേജിൽ പഠിച്ചു പോയ കഴിയുന്നിടത്തോളം വിദ്യാർത്ഥികളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, ആദ്യമായി ഇങ്ങനെയൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതായ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. അസോസിയേഷൻ ഇവിടെ ആരംഭിച്ചതിന് ശേഷം ഇത്രയും റിട്ടയർഡ് ടീച്ചേഴ്സ് പങ്കെടുക്കുന്നതായ ഒരു സമ്മേളനം ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എത്രമാത്രം അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാ പൂർവ്വ അധ്യാപകരെയും പങ്കെടുപ്പിക്കണം എന്ന അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇനിയും മറ്റ് അനേകം അധ്യാപകർ കടന്നു വരും എന്നുള്ള വിശ്വാസത്തിലാണ് സംഘാടകർ ഇപ്പോഴും എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പ്രൊഫസർ എസ് കൃഷ്ണൻ, പ്രൊഫസർ പി യു ഏരിയസ്, പ്രൊഫസർ ശശികുമാരൻ നായർ, പ്രൊഫസർ ശാന്തകുമാരി ഐസക്, പ്രൊഫസർ എ സി ചാക്കോ, പ്രൊഫസർ മോഹൻ കുര്യൻ, പ്രൊഫസർ ബേസി ടി ബേബി, ഡോക്ടർ ജോൺ ജേക്കബ്, പ്രൊഫസർ മാത്യു ഫിലിപ്പ്, ഈ പ്രഗത്ഭരായ അധ്യാപകരുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അവരെ സ്മരിക്കാം. പ്രിൻസിപ്പൽ കോരുള്ള ജേക്കബ് സാർ, മുൻ പ്രിൻസിപ്പൽമാരായ ഇത്രയും പ്രിയപ്പെട്ട സി എൻ ജേക്കബ് സാർ, സി എബ്രാം സാർ, എൻ്റെ മുൻ സഹപ്രവർത്തകർ, എൻ്റെ ഗുരുബുദ്ധന്മാരെ, പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഔപചാരികതകളുടെ പരിവേഷമൊന്നുമില്ലാതെ സംഘടിപ്പിച്ച 85-95 ബാച്ചിലെ വിദ്യാർത്ഥികളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ കടന്നിരിക്കുന്ന റിട്ടയർ ചെയ്ത അധ്യാപകരും ജീവിതത്തിൻ്റെ ആദ്യ ശ്രേണിയിൽ നിൽക്കുന്ന നിങ്ങളും ഈ കൂട്ടായ്മയിൽ കൂടി സന്തോഷം, ആ കൂട്ടായ്മയുടെ അനുഭവം പങ്കിടുവാൻ ഈ ലഭിച്ച അവസരത്തിന് നമ്മൾക്ക് പരസ്പരം സന്തോഷം പങ്കുവെക്കാം. ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ്. ജീവിതത്തിലെ ടെൻഷൻസ് ഏറ്റവും കുറഞ്ഞ ഒരു ഫീൽഡ് അധ്യാപക വൃത്തിയാണ്, അധ്യാപക ജോലിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളിന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും, ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്ത് എവിടെ ചെന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വലിയൊരു സന്തോഷമാണ്. നിങ്ങളെ കാണുന്നത് തന്നെ എങ്കിൽ വലിയ സന്തോഷമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ഗെറ്റവിട്ട് ചില സാറന്മാരെ അടിച്ച് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികളെ കാണുന്നത് എപ്പോഴും ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിമാനമാണ് നിങ്ങൾ. ഈ ഒരു അവസരം ലഭിച്ചതിൽ പ്രത്യേകമായ നന്ദി ഓരോരുത്തരും രേഖപ്പെടുത്തുന്നു.